ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സൂപ്പർ കോപ്പ ഇറ്റാലിയ മത്സരത്തെക്കുറിച്ചുള്ള റിവ്യൂ ആണ്. ഗായ്സ്, നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇന്റർ മിലാൻ വേഴ്സ് എ സി മിലാൻ. ഈ ഒരു മത്സരം മിസ്സായവർക്ക് ബിഗ് മിസ്സിംഗ് ആണെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ആ ജാതി ത്രില്ലിംഗ് മാച്ച് എന്ന് പറഞ്ഞാൽ മിലാൻ ഡെർബി ഇത്രയും കാലത്തിന് ശേഷം ഇത്രയും ത്രില്ലിംഗ് ആയിട്ട് ഇതിന് മുന്നേ ഇത്രയും ത്രില്ലായിട്ട് കണ്ട ഒരു മത്സരം റിയൽ മാഡ്രിഡ് വേഴ്സ് PSG ആ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന ആ ഒരു മത്സരമായിരുന്നു. ആ റിയൽ മാഡ്രിഡ് ആ കംബാക്ക് വന്നിട്ട് തോൽപ്പിക്കുന്ന ആ ഒരു മത്സരം ഉണ്ടായിരുന്നല്ലോ, ആ ഒരു മത്സരം ഇത്രയും ഒരു ഗൂസ് ബം സീൻസോടെ കണ്ട ഒരു മത്സരം. അതിന് ശേഷം ഈ ഒരു മത്സരമാണ് എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഇന്റർ മിലാൻ വേഴ്സ് AC മിലാൻ മത്സരത്തിൽ എനിക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. പ്രത്യേകിച്ച് എടുത്തു പറയണം, റാഫേലിയോടെ ആ ഒരു പെർഫോമൻസ് ഏത് ആംഗിളിലായാലും ഡിഫെൻസീവിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. അതുപോലെ ഇപ്പോൾ ഏത് വിങ്ങിലായാലും ഇപ്പോൾ പ്രോപ്പറായിട്ട് സെൻറ്റർ ഫോർവേഡിലും കളിക്കുന്ന ഒരു പ്ലെയറാണ്. എന്നാലും റൈറ്റ് പൊസിഷൻ എന്ന് പറയുന്ന ലെഫ്റ്റ് വിങ്ങിലാണ് പുള്ളിക്കാരൻ അധികം പ്രോപ്പർ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് വിങ് ഫോർവേഡായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്. പക്ഷേ ഏത് പൊസിഷനിൽ നോക്കിക്കഴിഞ്ഞാൽ അവസാനത്തെ ആ ഒരു സീരിയസ്ലി ഈ ഒരു പ്ലെയറിനെ റിയൽ മാഡ്രിഡിലേക്ക് കൊണ്ടുവന്നിനെങ്കിൽ ഒരു റിയൽ മാഡ്രിഡിൻ്റെ ഇപ്പോൾ ഉള്ള ഒരു റേഞ്ച് തന്നെ മാറിപ്പോവായിരുന്നു. കാരണം ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു പ്ലെയറാണ്. ഇപ്പോൾ പോർച്ചുഗലിൽ പോയതിന് റൊണാൾഡോ, ബ്രൂണോ ഫെർണാണ്ടസ് ഇവരൊക്കെ ഉള്ളതുകൊണ്ട് വലിയ രീതിയിൽ ഹൈപ്പ് കിട്ടുന്നില്ല ഈ റാഫേലിയോനെ സംബന്ധിച്ചിടത്തോളം. കാരണം പോർച്ചുഗലിൽ ഈ ഇത്രയും ടാലൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ഇല്ല എന്ന് തന്നെ പറയാം. നിലവിലുള്ള ഒരു സ്കോഡ് വെച്ചിട്ടാന്ന് പറയുന്നത് വെറുതെയാണ് ഈ ബ്രൂണോ ഫെർണാണ്ടസിനും ബെർണാർഡോ സിൽവയ്ക്കൊക്കെ ഇത്രയും ഹൈപ്പ് കൊടുക്കുന്ന. അതിൻ്റെയൊക്കെ ഡബിൾ ടാലൻ്റ് ഉള്ളൊരു പ്ലെയർ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഞാൻ ശരിക്കും ഈ ഒരു സീസൺ തൊട്ടാണ് റാഫേലിയോടെ എല്ലാ മാച്ചസും മിലാൻ്റെ എല്ലാ മാച്ചസും ഞാൻ വാച്ച് ചെയ്യാൻ തുടങ്ങുന്നത്. അതിനു മുമ്പേ ഒരു ഇൻസ്റ്റയിലുള്ള ഒരു കട്ട് പീസ് സാധനങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ മക്കളെ, ഒരു രക്ഷയില്ലാത്തൊരു പ്ലെയറാണ്. ഈ ഒരു മത്സരത്തിൽ ഫസ്റ്റ് തൊട്ട് എൻ്റെ വരെ പുള്ളി ഗ്രൗണ്ടിൽ കാണിച്ച ആ ഒരു പെർഫോമൻസ് നമ്മളെല്ലാം അങ്ങ് ഫാനായി കളയും. ആ ലെവൽ പെർഫോമൻസാണ് എനിക്ക് ലിയോയുടെ ഭാഗത്തു നിന്ന് കാണാൻ വേണ്ടി സാധിച്ചത്. ഫൈനലി 3-2 എന്ന ഗോൾ സ്കോറിൽ മിലാൻ ചാമ്പ്യന്മാരായിരിക്കുകയാണ്. അതിനുശേഷമുള്ള സെലിബ്രേഷൻസ് ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഈ ഒരു മത്സരത്തിൽ നോക്കുന്ന സമയത്ത് കോച്ചും ആ ഒരു പ്ലെയർ ആയിട്ടുള്ള ഒരു ഇൻറ്റേർണൽ ബോണ്ട് ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ എനിക്ക് വർക്കാകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം എത്ര വലിയൊരു പ്ലെയർ ആയാലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് വലിയൊരു പ്ലെയർ ആകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവർക്ക് ഉള്ളിലൊരു ഈഗോ വരുന്നതായിട്ട് ഞാൻ കാണുന്നതാണ്. അതിപ്പോൾ എടുത്ത് പറയാൻ വേണ്ടി ഇപ്പോൾ റാഷ്ഫോർഡിനെ ഇപ്പോൾ യുണൈറ്റഡിൽ കളിക്കുന്ന സമയത്ത് സബ് ചെയ്ത് കഴിഞ്ഞാൽ, അത് ബ്രൂണോനെ സബ് ചെയ്താൽ, ഇപ്പോൾ അതുപോലെ പിന്നെ സിറ്റിയിൽ ഹാലൻഡിൻ്റെതൊക്കെ സബ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് അഗ്രസീവ് റേസാണെന്ന് നമ്മൾ ഒരുപാട് മാച്ചസിൽ കണ്ടതാണ്. പക്ഷേ ഇവിടെയാണ് എനിക്ക് തോന്നുന്നത് ഇന്റർ മിലാനും ആ കോച്ചും തമ്മിലുള്ള ആ ഒരു ബോണ്ടാണ് എനിക്ക് ഒരു മത്സരത്തിൽ കാണാൻ വേണ്ടി സാധിച്ചത്. അത് തന്നെ ആയിരിക്കും പക്ഷെ വേറൊരു കാര്യം, അവർ ലീഗിലിപ്പോൾ 8ാം സ്ഥാനത്താണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു സീസൺ ഇറ്റാലിയൻ ലീഗ് നമ്മൾ അൺപ്രഡിക്റ്റബിൾ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇതുവരെ പ്രതീക്ഷിക്കാതെ നാപ്പോളി, അതുപോലെ അറ്റ്ലാന്റയൊക്കെയാണ് 1-ലും 2-ലൊക്കെ, അതുപോലെ ഫ്ലോറന്റീനയൊക്കെ മരണമാസ് ഫോമിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഇന്റർ മിലാൻ മത്സരം മാത്രമല്ല, അതിനു മുമ്പേ യുവൻറ്റസിൻ്റെ കൂടെ ആയാലും ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആയിരുന്നു ഇന്റർ മിലാനെ സംബന്ധിച്ചിടത്തോളം. ഈ ഒരു ഫോം നിലനിർത്തുകയാണെങ്കിൽ എന്തുകൊണ്ടും ലീഗ് ടൈറ്റിൽ അടിക്കാനുള്ള ചാൻസസും വളരെ വളരെ കൂടുതലായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. അപ്പോൾ ഗൈസ്, ഈ മാച്ചസ് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഗൈസ്, നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.